നമുക്ക് കുറച്ച് റോസപ്പൂക്കൾ പറിച്ചെടുക്കാം കേട്ടോ. എന്നാത്തിനാന്ന് ഞാൻ പിന്നെ കാണിക്കാം. ഞാനിപ്പോൾ കുറച്ച് റോസപ്പൂക്കൾ പറിച്ചെടുത്തോണ്ട് പോവുകയാണ്. നല്ല മണമാണ് കേട്ടോ. ഇതിൻ്റെ എന്ന് പറഞ്ഞെങ്കിൽ ഇതിന് നല്ല ഒരു മണമാണ്. ഇതിന് നല്ല സുഗന്ധമുള്ള റോസപ്പൂവാണ് കേട്ടോ ഇത്. എല്ലാ റോസയ്ക്കും നമുക്കറിയാമല്ലോ, എല്ലാ റോസപ്പൂവിനും അത്രയ്ക്ക് നല്ല മണമില്ലേ. നല്ല ഫ്രാഗ്രൻസ് ഉള്ള റോസ എന്ന് പറഞ്ഞാൽ ഇത് നല്ല ഫ്രാഗ്രൻസ് ഉള്ളതാണ്, ഇത് നല്ല ഫ്രാഗ്രൻസ് ഉള്ളതാണ്. ഇനി ഈ നിൽക്കുന്ന ചെറുതിന് നല്ല മണമുള്ളതാണ് കേട്ടോ. പക്ഷെ അത് വളരെ ഇതിന് എനിക്കൊന്ന് അത്രയും വെയിലടിക്കാത്തതുകൊണ്ടായിരിക്കും എന്താണോ അത് വളരെ കുറച്ചായിട്ട് ഉണ്ടാകുന്നത്. അത് 1-2 പൂ ഉണ്ടായി കഴിയുമ്പോൾ ഇങ്ങനെ നിൽക്കും. അത് ഇതിലൊരു ഇരട്ടവാലനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ പറിച്ചെടുക്കുമ്പോഴേ ഇതിനകത്ത് നോക്കണം എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടോന്നേ. ഇതിൻ്റെ അകത്ത് ഇത് 2-3 ഇരട്ടവാലിനൊക്കെ കിട്ടി എനിക്ക്. മുട്ടൊന്നും ഞാൻ പറിച്ചെടുക്കുന്നില്ല, പൂക്കൾ മാത്രമേ പറിച്ചെടുക്കുന്നില്ല. പൂക്കളും അതുപോലെ തന്നെ ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് പൊഴിയാൻ തുടങ്ങുമല്ലോ, അങ്ങനെയുള്ളത് പറിച്ചെടുക്കാം. ബാക്കിയുള്ളത് ഇവിടെ നിന്ന് നമുക്ക് കാണാമല്ലോ നല്ല ഇതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് പൊഴിയാറായ ഫ്ലവറാണ് ഞാൻ പറിച്ചെടുക്കുന്നത്. നമുക്കിതിൻ്റെ ഇത് മതി കേട്ടോ, എതളുകൾ മാത്രം മതിയേ. ഇതിൻ്റെ ഈ ഇതുണ്ടല്ലോ, ഈ ഹെഡ് കൊണ്ട് വേറെ ഒരു പരിപാടിയുണ്ട്. പല വെറൈറ്റി ഇരിക്കട്ടെ അല്ലേ, എല്ലാ കൂട്ടവും നമുക്ക് പറിച്ചെടുക്കാം. എല്ലാം ഒരെണ്ണം തന്നെ പറിച്ച ശരിയാകുകയുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇരട്ടവാലിലൊക്കെ ഉണ്ട്, അതിനെ നമ്മൾ പിടിച്ച് കളയണമെന്ന്. ഇതുണ്ടോ, ഓരോ ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രാണികളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ കരിഞ്ഞ ഇതൊന്നും വേണ്ട, കരിഞ്ഞ പെറ്റലുകളൊന്നും വേണ്ട. അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഒരു ബോക്സ് നിറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് വരികയാണ്. ക്രിസ്മസിന് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലേ. അപ്പോൾ അതിലൊന്നാണ് ക്രിസ്മസ് കേക്ക്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് ക്രിസ്മസിന് വൈൻ ഉണ്ടാക്കും. നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഹോം മെയ്ഡ് വൈൻ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വൈനാണ്. വീട്ടിൽ തന്നെ കിട്ടുന്ന ഐറ്റംസ് കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വൈനാണ് കേട്ടോ. അത് ഞാൻ ചെയ്യുന്നത് 21 ഡേയ്സ് വെച്ചിട്ടാണ് ഇത് ഇപ്രാവശ്യം എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇനിയും സമയമുണ്ട്, 21 ഡേയ്സ് ഉണ്ടല്ലോ ക്രിസ്മസിന്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് റോസാപ്പൂ കൊണ്ട് പെറ്റൽ കൊണ്ടുള്ള ഒരു വൈനാണിത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. റോസപ്പൂക്കളെല്ലാം ഇവിടെ പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അതെല്ലാം അടർത്തിയെടുത്ത്, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ നന്നായിട്ട് നോക്കി, അതിനകത്ത് കുറച്ച് കരിഞ്ഞ പൂക്കളിൻ്റെ പെറ്റലിലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ പറക്കിക്കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിരിക്കുന്ന റോസപ്പൂക്കളാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. നമുക്ക് ഈ റോസപ്പൂക്കളെല്ലാം നമുക്ക് നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് വേണ്ടത് നമുക്ക് ജാർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ജാറാണിത്. അത് നന്നായിട്ട് ഉണക്കിയെടുത്തിരിക്കുന്ന ജാറാണ്. ഈ ജാറിലേക്ക് നമുക്ക് ഈ റോസപ്പൂക്കൾ എടുത്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഒരു 3/4 ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ റോസപ്പൂക്കളല്ലേ, അപ്പോൾ അതങ്ങനെ അങ്ങ് പൊക്കും, ഇങ്ങനെ അവിഞ്ഞങ്ങ് പോകും കേട്ടോ. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കുത്തി നിറച്ചാണെങ്കിലും ഇടാം. നമ്മുടെ ബോട്ടിലിൻ്റെ അകത്ത് ഒരു 3/4 ഭാഗത്തിന് നിറച്ചോളം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒരു 1 ലിറ്ററോളം കാണുമായിരിക്കും. ഇത് 2 ലിറ്ററിൻ്റെ ബോട്ടിലാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പകുതി 3/4 ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന റോസ പെറ്റലിൻ്റെ പകുതിയോളം നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ 1/2 ലിറ്റർ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്.
അപ്പം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഞാനിതിന് റോസപ്പൂ എടുത്തതിൻ്റെ പകുതി എമൗണ്ടാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നേക്കാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് റോസപ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതി എമൗണ്ട് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതും മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടാക്കി ആറച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കും. നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇത് ഫോം ആകാൻ വേണ്ടി, അതായത് ഈ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയുള്ള ഈസ്റ്റ് വേണം അല്ലേ. അപ്പം ഞാനിതിന് 1 ടീസ്പൂൺ ഈസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കിതിന് വേണ്ടി വേണ്ടുള്ള സ്പൈസസ് ആണ് വേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കരയാമ്പൂ എടുത്തിട്ടുണ്ട്, നമ്മുടെ ഏലക്ക എടുത്തിട്ടുണ്ട്, പട്ട എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ജാതിപത്രി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, ജാതിക്ക ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അതൊന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ക്ലോസ് എടുത്തിട്ടുണ്ട്, കാർഡമം എടുത്തിട്ടുണ്ട്, സിനമൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ നാരങ്ങ നീര്. അപ്പം ഞാൻ അര നാരങ്ങയുടെ ജ്യൂസാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഞാനൊരു ചോപ്പ് സ്റ്റിക്ക് എടുത്ത് നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു ചോപ്പ് സ്റ്റിക്ക് എടുക്കുന്നു, ഇളക്കിയിട്ട് കൊടുക്കുന്നു. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഇനി നമുക്ക് എല്ലാ ദിവസവും ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, ഇതെല്ലായിടത്തേക്കും ഒന്ന് ആകാൻ വേണ്ടി. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ഇനി ഒരു 21 ദിവസമാകുമ്പം നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിരിക്കും. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം കേട്ടോ. നന്നായി എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ചു വെക്കണം. എന്നിട്ട് ഈച്ചയും ഒന്നും കയറത്തില്ലാത്ത പോലെ ഒരു സ്ഥലത്ത് വെക്കണം. അന്നേരമെങ്കിൽ അല്ല ഈച്ചയൊക്കെ വരുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു തുണിയോ തോർത്തോ എന്തെങ്കിലും ഇട്ടൊന്ന് മുകളിൽ നിന്ന് കെട്ടിയും കൂടെ വെക്കണം. അത്രയേ ഉള്ളൂ കാര്യം. ഇത് നല്ല മണം വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല വീര്യം ഉണ്ടെന്ന് നമുക്ക് ഇത് ചെയ്യുമ്പോഴേ അറിയാം കേട്ടോ. നല്ല മണം വരുന്നുണ്ട്, അടിപൊളി കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കളർ കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് നമ്മൾ ബ്രൗൺ ഷുഗർ ഇട്ടത് കൊണ്ടാണ് കേട്ടോ ഈ കളർ വന്നേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തപ്പോഴേ വൈറ്റ് ഷുഗറാണ് ഇട്ട് കൊടുത്തത്. അപ്പം വൈറ്റ് ഷുഗർ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല പിങ്ക് കളർ വരും. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൂടുതലും പിങ്ക് റോസ് ഫ്ലവർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല പിങ്ക് കളറായിരുന്നു കിട്ടിയത്. ഇന്നിപ്പോൾ ഇച്ചിരി കൂടെ ഒരു ഓറഞ്ച് കളറാണ് കിട്ടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കളർ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബീട്രൂട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ആ ബീട്രൂട്ടിൻ്റെ ഉണ്ടോ, അപ്പം നമ്മൾ തുറന്നപ്പോൾ നിങ്ങൾ ആ വച്ച് കേട്ടില്ലേ, അതാണ് കേട്ടോ. നല്ല ഗ്യാസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അതിലൊരു സ്വല്പം വെള്ളം, ഒത്തിരി ഒന്നും ഒഴിക്കരുത്, കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കളർ കിട്ടും. ഇപ്പം ഞാനിപ്പോൾ ഇളക്കിയിട്ട് കൊടുത്തു. ഒരു 10 ദിവസമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബീട്രൂട്ടിൻ്റെ
ഒരിച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ നോക്കണം. അപ്പോൾ ഇച്ചിരി കൂടെ നല്ല കളർ കിട്ടും, നമുക്ക് വൈൻ്റെ ഒരു കളർ കിട്ടും. അതിന് വേണ്ടി നല്ല മണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ. 21 ദിവസം കഴിഞ്ഞ് കാണാം.